പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരേ, ഇന്ന് തിരുസഭ യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെയും ജ്ഞാനസ്നാനത്തെ ഓർക്കുകയാണ്. യേശുനാഥൻ തൻ്റെ പരിസ്ഥിതി ജീവിതത്തിനുള്ള സമയമായി എന്ന് മനസ്സിലായപ്പോൾ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശു രംഗപ്രവേശനം ചെയ്യുകയാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് എന്തെല്ലാമാണോ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അതെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് യേശു ലോകത്തിന് മധ്യേ കടന്നു വരുന്നു. ദൈവം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിതാവായ ദൈവം തൻ്റെ പുത്രന് നമുക്ക് പരിചയപ്പെടുത്തിയ ഈ അവസരത്തിൽ ആ പുത്രനെ നമ്മളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെയും ജ്ഞാനസ്നാനത്തെ ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ കൂടുതൽ ദീപാര്യങ്ങൾ പ്രാപിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെന്നൊക്കെ പരിശോധിക്കാം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ദൈവത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി ഈ ബലിയൊക്കെ അർപ്പിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ഒരുവൻ പിതാവ് നിത്യമഹിമാവിൻ തേജസ്സിൽ വാഴുന്ന ക്രിസ്തുവാമീശുവേ, അങ്ങ് മാത്രം പരിപാലകൻ, അങ്ങ് ദാനീകനും നാഥനും, അങ്ങ് മാത്രം പരമാനന്ദൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നപ്പോൾ അങ്ങേ പ്രിയപുത്രനായി അവിടുത്തെ സാഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജന്മം പ്രാപിച്ച അങ്ങേ ദത്തുപുത്രൻ അങ്ങേ പ്രീതിയിൽ എന്ന് നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്ന് നിത്യമായി ജീവിച്ചൻ്റെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിനു വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്കു വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു കൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു: എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം അതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. കൂടെ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. അന്നൊരിക്കൽ യേശു ഗലീലിലെ നസറത്തിൽ വന്ന് യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്നും കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവനും കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു കഥ ഇങ്ങനെയാണ്.
ഒരു വൃദ്ധനായ മനുഷ്യൻ, ഒരു കുട്ടിയും ഒരു കഴുതയും കൂടി നടന്നു പോകുന്നു. അവരുടെ ആ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ഒരു കൂട്ടം ജനങ്ങൾ ചോദിക്കുകയാണ്, ഈ മനുഷ്യന് എന്തൊരു വിഡ്ഢിയാണ്, ആ കഴുതപ്പുറത്ത് കയറി ഈ വൃദ്ധന് സവാരി ചെയ്തുകൂടെ? അയാൾ ആ കഴുതപ്പുറത്ത് കയറി യാത്ര തുടർന്നു. അപ്പോഴാണ് മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു കൂട്ടർ ചോദിച്ചു, ഇതെന്തൊരു മനുഷ്യനാണ്, ആ കൊച്ചുകുട്ടിയെ നടത്തിക്കൊണ്ട് അയാൾ സുഖകരമായി ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. ഇത് കേട്ട് ആ മനുഷ്യൻ താഴെ ഇറങ്ങി കുട്ടിയെ കഴുതയുടെ പുറത്ത് കയറ്റി യാത്ര തുടരുന്നു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു കൂട്ടർ ചോദിച്ചു, ഇതെന്തൊരു കാര്യമാണ്, ആ കുട്ടി കഴുതപ്പുറത്ത് സുഖമായി യാത്ര ചെയ്യുന്നു, ആ വൃദ്ധനായ മനുഷ്യൻ നടന്നു പോകുന്നു. ഇത് കേട്ട് ആ വൃദ്ധനായ മനുഷ്യനും കഴുതപ്പുറത്ത് കയറുകയാണ്. അങ്ങനെ കഴുതയുടെ പുറത്ത് ആ കുട്ടിയും ആ മനുഷ്യനും യാത്ര തുടർന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ചോദിക്കുകയാണ്, ഇതെന്തൊരു മനുഷ്യരാണ്, ഈ രണ്ട് വ്യക്തികളെയും വഹിക്കുവാനുള്ള, ഭാരം വഹിക്കുവാനുള്ള ആ കഴുതയ്ക്ക് സാധിക്കുമോ? ഇത് കേട്ട് ആ മനുഷ്യർ താഴെ ഇറങ്ങി കുട്ടിയെയും താഴെ ഇറക്കിക്കൊണ്ട് ആ കഴുതയെ തൻ്റെ ചുവലിലേറ്റി നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ എല്ലാം പാപങ്ങൾ ചുമലിലേറ്റുവാനായിട്ടാണ്. നമ്മുടെ ഓരോ പാപങ്ങളും യേശുനാഥൻ ചുമലിലേറ്റിക്കൊണ്ട് അതിന് പരിഹാരം ചെയ്യുവാനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ ജനനം ആദ്യമായി വെളിപ്പെടുത്തിയത് യഹൂദർക്ക് മാലാഖമാർ മുഖേന ആട്ടിടയന്മാർക്കായിരുന്നു. അതിന് ആ സമയത്ത് തന്നെ നക്ഷത്രം മുഖേന വിജാതിയർക്കും വെളിപ്പെടുത്തി. എന്നാൽ ഇന്ന് ദൈവം തന്നെ സർവ്വലോകത്തിനുമായിട്ട് വെളിപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ദൈവം തൻ്റെ പുത്രനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇനി അവൻ്റെ കാലമാണ്, അവൻ എൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, എൻ്റെ ഹിതമനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കേണ്ടത്, അവനെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്, അനുകരിക്കേണ്ടത് എന്നുള്ള സത്യം ഇന്ന് ദൈവജനത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദിവസമാണ്. യേശു ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നു. ജോർദാൻ നദി പലസ്തീനയിലൊരു വലിയ നദിയാണ്. ജെറുസലേമിന് ഏതാണ്ട് 8 കിലോമീറ്റർ അകലെ മാത്രമുള്ള ഒരു നദി, ഫലഭൂയിഷ്ഠമായിട്ടുള്ള പ്രദേശങ്ങൾ. അതിൻ്റെ കീർത്തി എല്ലാവരാലും അറിയപ്പെടുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, യോഹന്നാൻ ആ നദിയിൽ വെച്ചാണ് ജനങ്ങളെ സ്നാനപ്പെടുത്തിയത്. മറ്റൊന്ന്, യേശുവിൻ്റെ സ്നാനം നടന്നതും ആ നദിയിൽ വെച്ച് തന്നെയാണ്. ഈ 2 മഹത്വമേറിയ കാര്യങ്ങൾ ആ നദിയിൽ വെച്ച് ഉണ്ടായി. അതുകൊണ്ട് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു നദിയായിട്ട് മാറുകയാണ് ജോർദാൻ നദി. യോഹന്നാൻ അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയിരുന്നത്. അനുതാപത്തിൻ്റെ സ്നാനം എന്ന് പറയുമ്പോൾ അത് പാപികൾക്കുള്ളതാണ്. പാപികളുടെ മോചനം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ സ്നാനം.
അത് സ്വീകരിക്കുവാനായിട്ട് യഹൂദർ തയ്യാറായിരുന്നില്ല. കാരണം അവർ പറയുന്നത് തങ്ങൾ പാപികളല്ല. എന്തുകൊണ്ടാണ് തങ്ങൾ പാപികളല്ല എന്ന് പറയുന്നത്? തങ്ങളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ പുണ്യയോഗ്യതകൾ വഴി തങ്ങളുടെ പാപങ്ങളെല്ലാം മോചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ പാപികളല്ല എന്നുള്ള വിശ്വാസമായിരുന്നു, അങ്ങനെയുള്ള ധാരണയായിരുന്നു അവരിൽ കുടികൊണ്ടിരുന്നത്. വിജാതിരാകട്ടെ അവർ പാപികളാണ്, അവർക്കാണ് സ്നാനം ആവശ്യമുള്ളത്. അവർ ദൈവത്താൽ വെറുക്കപ്പെട്ടവരാണ്, അവഗണിക്കപ്പെട്ടവരാണ്. തങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ പോലും അവർ സ്നാനം സ്വീകരിക്കേണ്ടിയിരുന്നു. ഇങ്ങനെയുള്ള ചിന്താധാരകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് യോഹന്നാൻ കടന്നു വരുന്നത്. യോഹന്നാൻ പറയുന്നത് സ്നാനം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവരും പാപികളാണ്. ആരുടെയെങ്കിലും പുണ്യയോഗ്യത വഴി ആരുടെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല. മറിച്ച് അവനവനിൽ കുടികൊള്ളുന്ന ആ പാപങ്ങൾ ഓരോന്നും അവൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ സ്വന്തമായിട്ട് പരിഹാരം ചെയ്താൽ മാത്രമേ അതിന് മോചനം ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം യോഹന്നാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ഞാൻ നിങ്ങളെ സ്നാനം ചെയ്യുന്നത് ജലത്താലാണ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ ജലത്താലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തുമെന്ന്. ഇതെല്ലാം പറഞ്ഞപ്പോൾ യഹൂദർക്കും ബോധ്യമായി, തങ്ങളുടെയും പാപങ്ങൾ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വയമേവ ചെയ്താലേ പറ്റുകയുള്ളൂ എന്ന്. അങ്ങനെ അവർ മാനസാന്തരത്തിലേക്ക് വരികയാണ്. അവരുടെ മാനസാന്തരമാണ് യേശു പ്രതീക്ഷിച്ചിരുന്നത്. അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന് മനസ്സിലായി, ഇനി തനിക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമായി എന്ന്. ആ മാനസാന്തരത്തോടുകൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വേണം തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനായിട്ട്. അതുകൊണ്ട് യേശു ചിന്തിച്ചു, ഇനി എൻ്റെ സമയമായി, ഞാൻ പരിസ്ഥിതി ജീവിതം ആരംഭിക്കാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം യേശു ചെയ്തത് തൻ്റെ ചുറ്റുമുള്ളവരോടെല്ലാം, അമ്മയോടും അതുപോലെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പരിസ്ഥിതി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആദ്യം വരുന്നത് യോഹന്നാൻ്റെ അടുത്തിലേക്കാണ്. ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ ആ സമയത്ത് ജനങ്ങൾക്ക് സ്നാനം നൽകിക്കൊണ്ടിരുന്ന അവസരം. ആ സമയത്ത് വന്ന് യേശുവും സ്നാനം ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ സമയത്ത് യോഹന്നാൻ അതിന് തടസ്സം നിൽക്കുകയാണ്. ഞാൻ തന്നെ നിനക്കിത് ചെയ്തു തരണമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ട് നിന്നിൽ നിന്ന് ഞാൻ സ്നാനം സ്വീകരിക്കവേ ഞാൻ എന്തുകൊണ്ട് നിനക്ക് സ്നാനം നൽകണം എന്നുള്ള ചോദ്യമാണ് ആ യോഹന്നാൻ ആ സമയത്ത് യേശുവിനോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് യേശുവിനോട് ഈ ചോദ്യം ചോദിച്ചത്? അദ്ദേഹത്തിൻ്റെ എളിമയും യേശുവിൻ്റെ മഹത്വവും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അതേസമയം തന്നെ യോഹന്നാൻ നൽകിയിരുന്നത് അനുതാപത്തിൻ്റെ സ്നാനമാണ്. യേശുവിന് അനുതാപത്തിൻ്റെ ആവശ്യമില്ല, പാപിയല്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ യേശുവിന് സ്നാനം നൽകണം എന്നുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോയത്. ഈ സമയത്ത് യേശു ഇതിനെല്ലാം കൂടി മറുപടി പറയുന്നത്, നീ ഇത് ഇപ്പോൾ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, യേശുവിന് സ്നാനം കൊടുക്കുവാൻ യോഹന്നാൻ ബാപ്തിസ്തനാണ്. കാരണം സാഹചര്യമനുസരിച്ച് അവിടെ ചില സംഭവവികാസങ്ങളൊക്കെ യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു സ്നാനം സ്വീകരിച്ച ഉടനെ സ്വർഗം തുറക്കപ്പെടുന്നു.
പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു. മാത്രമല്ല, ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കൂ എന്ന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സ്വരവും അവിടെ കേൾക്കുകയാണ്. ഇങ്ങനെയുള്ള വലിയ മഹത്വമേറിയ സംഭവവികാസങ്ങളാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാന അവസരത്തിൽ അവിടെ നടന്നത്. ഇതെല്ലാം നടക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് നീ ഇത് ചെയ്തു തരണം എന്ന് വ്യക്തമായി യോഹന്നാനോട് ആവശ്യപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈ വെളിപ്പെടുത്തലിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു താൻ തന്നെയാണ് മിശിഹ എന്ന്, വരുവാനിരിക്കുന്ന രക്ഷകനായ മിശിഹ താൻ തന്നെയാണെന്ന് ദൈവം തന്നെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മാത്രമല്ല, യേശുവിൻ്റെ ഈ രക്ഷാകര കർമ്മം പൂർത്തീകരിക്കേണ്ടത് പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ആയിരിക്കും എന്നുള്ള ബോധ്യവും അവിടെ നൽകുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്ഷാകർമ്മം പൂർത്തീകരിക്കുവാനായിട്ട് പല കാര്യങ്ങളും നിർവഹിക്കേണ്ടിയിരുന്നു. അതിനാദ്യം യേശു ആരെന്ന് വെളിപ്പെടണം, ദൗത്യം എന്തെന്ന് വെളിപ്പെടണം, അതെങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് വെളിപ്പെടണം. ഇതെല്ലാം ആ സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്തു. നമ്മളീ കടന്നു വരുമ്പോൾ നമ്മളും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന അവസരത്തിൽ ഇതുതന്നെയാണ് നമ്മളിലും സംഭവിക്കുന്നത്. നമ്മുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നു. അതേസമയം തന്നെ നമ്മൾ ഓരോരുത്തരും ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെൻ്റെ പ്രിയപുത്രിയാകുന്നു എന്ന് ദൈവം നമ്മളെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ മാറ്റുകയാണ് ആ ജ്ഞാനസ്നാന വേളയിൽ നടക്കുന്നത്. നമുക്ക് ഒരു പുതിയ മാറ്റമുണ്ടാകുകയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് സ്നാനം വഴി നമ്മൾ കടക്കുകയാണ്. ദൈവിക ജീവൻ പ്രാപിക്കുവാനുള്ള, ദൈവിക ജീവിതത്തിൽ ജീവിക്കാനുള്ള അവസരം നമുക്ക് ഇത് ലഭിക്കുന്നു. മാത്രമല്ല, സഭയിലെ അംഗങ്ങളായിട്ട് കൂടി നമ്മൾ മാറുകയും ചെയ്യുന്നു. ഇനിയുള്ള നമ്മുടെ ജീവിതം സഭയുടെ പ്രബോധനമനുസരിച്ചും പഠനമനുസരിച്ചും എന്തെല്ലാം സഭ നമ്മളെ പഠിപ്പിക്കുന്നുവോ, എന്തെല്ലാം നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുവോ അതിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുപോലെ ദൈവവും നമുക്ക് പല മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ, സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു ബോധ്യത്തിലൂടെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. എങ്കിൽ മാത്രമേ അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ രക്ഷ നമുക്ക് കൈവരികയുള്ളൂ. അതിൻ്റെ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഈ നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. അതുകൊണ്ട് യേശുവിൻ്റെ ഈ ജ്ഞാനസ്നാന വേളയിൽ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് നൽകുന്ന ആ സന്ദേശങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും സഭയുടെ പ്രബോധനമനുസരിച്ചും പഠനങ്ങളനുസരിച്ചും ദൈവിക നിയമങ്ങൾക്കനുസരിച്ചും ദൈവികമായിട്ട് ജീവിക്കാനുള്ള അവസരം നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഒരുക്കാം. അങ്ങനെ അതിലൂടെ നമ്മൾ ആ ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള, സ്വർഗരാജ്യത്തിൽ അവകാശികളായി മാറുവാനുള്ള സാധ്യത നമ്മളിവിടെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ ജീവിതം സ്വർഗീയകരമായി മാറുന്നുണ്ടെങ്കിൽ, ദൈവികമായി മാറുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ സ്നാനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെയും സ്നാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ദൈവാര്യങ്ങൾ ഭാവിക്കാം. അനുഗ്രഹത്തിനായിട്ട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും
ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അദ്വൈതത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരേ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം അറിയിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാപൂർവ്വം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. പിതാവായ ദൈവമേ, അങ്ങേ അജഗണത്തെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജോസഫ് കരിയിൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ ആത്മാവിനാൽ നിറച്ച് ശാരീരികവും മാനസികവുമായ ബലവും ധൈര്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, അങ്ങേ പ്രിയപുത്രൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പിശാചിനെയും പാപത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്ന ജ്ഞാനസ്നാന വ്രതത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് നല്ല സുവിശേഷവാഹകരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹവാത്സല്യ പിതാവേ, ഈ പുണ്യദിനത്തിൽ എല്ലാ ശിശുക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിഷ്കളങ്കമായ അവരുടെ ഹൃദയങ്ങൾ ലോകത്തിൻ്റെ മലിനതയിലേക്ക് വീഴുവാൻ അനുവദിക്കാതെ അങ്ങേ പ്രിയ മക്കളായി വളരുവാൻ വേണ്ട എല്ലാ വരങ്ങളും ദാനങ്ങളും ഇവരുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുമെന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ച നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രമുഖ സ്ഥാനം നൽകുവാനും അതുവഴി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം സംജാതമാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അതിനാഥനായ ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മരണമടഞ്ഞ എല്ലാവരെയും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങേ കാരുണ്യത്തിനായി സമർപ്പിക്കുന്നു. അങ്ങേ സ്നേഹത്തിനെതിരായി അവർ ചെയ്ത പാപങ്ങൾ പൊറുത്ത് അങ്ങേ കാരുണ്യാതിരേകത്താൽ സ്വർഗ സൗഭാഗ്യത്തിന് അവരെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായി കർത്താവേ, നിർമ്മലമായ ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായി അവനെ സമയിക്കുവാൻ അർഹയായ പൈസനികാമറിയം അങ്ങേ വിശ്വാസികളുടെ ഈ പ്രാർത്ഥന അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ.
സഹോദരേ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തിന് പിതാമ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിൻ്റെ പാപങ്ങൾ കരുണാപൂർവം കഴുകിക്കളയുവാൻ തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിക്കുകയും ചെയ്യുമാറാകട്ടെ. വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവീൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാൻ നദിയിൽ വെച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവൽ സ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങേ വചനം മനുഷ്യരിടയിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുവാനിടയാക്കി. മാത്രമല്ല, പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങേ ദാസനായ ക്രിസ്തു ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടുവാനിടയാകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തിയന്മാരോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങളങ്ങ് നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങേ മഹാമഹിമയ്ക്ക് മുന്നിൽ ഞങ്ങൾ അവിരാമം പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലിക്ക് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കും. വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാനും കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും.
അപ്രകാരം നിലത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇത് നിന്ന് കുടിക്കുവീൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിഭാവനമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച വലിയ വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അറിഞ്ഞങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെടുത്തിയുടെ അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദേവമാതാവായ ഏറ്റവും പശ്ചിമേകമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേ പിതാവിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും മഹമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗമധ്യസ്ഥയായ പൈശനികാമറിയത്തോടും എല്ലാ വിശുദ്ധരുടെയും തങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥ സഹായം കൈവരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണം എന്നപേക്ഷിക്കുന്നു. അങ്ങേ ദാസന ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികടത്തോടും അങ്ങ് നേടിത്ത സ്ഥലജനങ്ങളോടുമൊത്ത് ഈ ഭൂമി തീർത്ഥാടനം ജനങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടൊള്ളണമേ. കാര്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തെ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നിടൊപ്പം അങ്ങേ മഹത്വ നിത്യമായി സംതൃപ്തരാക്കപ്പെടുന്നു പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കാഴ്ച ഉത്ബോധരായും ദിവ്യോദ്ധിതരെയും നിർഭയം നമുക്ക് ഏറ്റുപാടാം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ
എല്ലാ തിന്മകളിൽ നിങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന അപ്പോസ്തലന്മാരിൽ ഒഴിച്ചിര കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കീത്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കഴിഞ്ഞ ഞായറാഴ്ച സ്വാശ്രക്കാഴ്ച 3780 രൂപ. കഴിഞ്ഞ ഞായറാഴ്ച പാസ്റ്റർ കൗൺസിലിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ എടുത്ത ചില തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഗവൺമെൻറ് തലത്തിലും സ്വകാര്യ തലത്തിലുമെല്ലാം പല കാര്യങ്ങളും ഭാഗികമായിട്ടെങ്കിലും തുറന്ന് പ്രവർത്തിക്കുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ മാർച്ചോടുകൂടി നമ്മുടെ ഓരോ പള്ളികളും ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് പല കാര്യങ്ങളും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഏതാണ്ട് കുർബാന മാത്രമേ തുറന്നിട്ടുള്ളൂ. ഈ അവസരത്തിൽ ആ നിർത്തിവെച്ച ഓരോ കാര്യങ്ങളും രണ്ടാമത് തുടർന്ന് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലാദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാഴ്ചവയ്പ്പ് പുനരാരംഭിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ, അടുത്ത ഞായറാഴ്ച 17-ാം തീയതി 1-ാം കുടുംബ യൂണിറ്റിൻ്റെ കാഴ്ചവയ്പ്പായിരിക്കും. ആ കാഴ്ചവയ്പ്പ് എല്ലാ യൂണിറ്റ് അംഗങ്ങളെത്തുക. അതേസമയം തന്നെ നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതിൽ വായനയും വിശ്വാസ പ്രാർത്ഥനയും കാഴ്ചവയ്പ്പും അതുപോലെ ക്ലീനിങ് എല്ലാം പെടുന്ന എനിക്കറിയാം എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന്. അതനുസരിച്ച് ചെയ്യേണ്ടതാണ്. രാവിലത്തെ കുർബാനയ്ക്ക് 7 മണിക്കുള്ള കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 ഡിസംബർ 8-ാം തീയതി മുതൽ 2021 ഡിസംബർ 8-ാം തീയതി വരെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്തു വരികയാണ്. ഇതിൻ്റെ രൂപതാ തലത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞ ബുധനാഴ്ച 6-ാം തീയതി കണ്ണമാലിപ്പള്ളിയിൽ വെച്ച് അഭിവന്ദ്യ പിതാവ് നിർവഹിക്കുകയുണ്ടായി. അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ തന്നെയും കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ആദ്യപടിയായിട്ട് വരുന്ന ഞായറാഴ്ച നമ്മൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ ഇടയിൽ നടത്തും. കാരണം നമ്മുടെ ഇടവകയിൽ ഔസേപ്പിതാവിനോടുള്ള ഭക്തി കൂടുതൽ കണ്ടുവരുന്നത് കൊണ്ടാണ്. മാതാവിൻ്റെ ഭക്തിയുണ്ട്, അതോടൊപ്പം തന്നെ ഔസേപ്പിതാവിൻ്റെ ഭക്തിയുണ്ട്. നമുക്കറിയാം, മാർച്ച് 19 നല്ല രീതിയിൽ തന്നെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ വർഷം അതുപോലെ തന്നെ നമ്മൾ ആചരിക്കണം. ആദ്യമായിട്ട് നമ്മൾ ഔസേപ്പിതാവിൻ്റെ രൂപം അൾത്താരയിൽ അലങ്കരിച്ച് വയ്ക്കും. അതിനോടനുബന്ധിച്ച് അന്ന് മുതൽ ഈ വർഷം അവസാനിക്കുന്നത് വരെ ഒരു പ്രാർത്ഥന ഈ കുർബാനയ്ക്ക് ശേഷവും അതേസമയം തന്നെ നമ്മുടെ ഓരോ ഭവനങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലേണ്ടതാണ്. ഇത് അയച്ചു തരുന്ന ഓരോ വീടുകളിലും എത്തിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കൃത്യമായിട്ട് ഭാഗവാക്കുകളാവുക. 2021 നമ്മുടെ സ്വർഗമധ്യസ്ഥയായ പൈസകനികാമറിയത്തിൻ്റെ തിരുനാളാണ്. ഈ അവസരത്തിൽ അനുബന്ധിച്ച് ധാരാളം പ്രസിദ്ധീന്തിമാരുണ്ട്. ആ പ്രസിദ്ധീന്തിമാരിൽ ഭൂരിഭാഗവും നമ്മുടെ അതിൻ്റെ തുക നൽകിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേര് കൂടി നൽകുവാനുണ്ട്. 9 ലക്ഷം രൂപ ഇനിയും പിരിഞ്ഞു കിട്ടാനുണ്ട്. ഈ മാർച്ച് 19 ഈ തിരുനാളും ഈ തുകയിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. മാർച്ച് 19 ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ടും അപ്പോൾ നമുക്ക് ഈ തുക സംഭരിച്ച് വയ്ക്കേണ്ടതുണ്ട്. രൂപതയുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും ഈ തിരുനാളുകളൊക്കെ ആഘോഷിക്കുന്നത്. എങ്കിൽ തന്നെ നമ്മൾ മുൻകൂട്ടി അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കണം. തരുവാനുള്ളവർ എത്രയും വേഗം ആ തുക തരേണ്ടതാണ്. ബന്ധപ്പെട്ടവരുമായിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ടവരും അവരെ ആ തുക നിങ്ങൾ ഏൽപ്പിക്കേണ്ടതാണ്. ഒരുമിച്ച് കൊടുക്കുവാൻ സാധിക്കുന്നവരും കൊടുക്കുക, ഇല്ലെങ്കിൽ കുറേശ്ശെയായിട്ടെങ്കിലും തവണകളായിട്ടെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ അവസാനത്തേക്ക് നീട്ടിവെച്ചാൽ അത് നിങ്ങൾക്ക് വലിയ ഭാരമായിട്ട് തീരും, അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുതൽ അതിൻ്റെ തുക സംഭരിച്ച് തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും അർത്ഥമായിട്ട് അതിലും സഹകരിക്കുക.
മിഷൻസിൻ്റെ കലണ്ടറും കവറും നിങ്ങളുടെ ഭവനിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് സാധാരണ പോലെ നടക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒക്ടോബറിലാണ് സാധാരണ നടത്താറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഈ ഈ സാഹചര്യം അനുസരിച്ച് അല്പം നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം 31 മുമ്പായിട്ട് അതിൻ്റെ ആ കവറുകളിൽ എല്ലാ കൊല്ലവും നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ മെഷീന് കൊടുത്ത് ആ കവറിലിട്ട് അതിനെ ബന്ധപ്പെട്ട ഭാരങ്ങളെ ഏൽപ്പിക്കുക. അത് 31-ാം തീയതി മുമ്പായിട്ട് ഇവിടെയും എത്തിച്ചിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിവ്യദാനത്താൽ പരിപോഷിതരായി ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഏകജാതനെ വിശ്വസ്തയോടെ ശ്രവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ യഥാർത്ഥ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനും അപ്രകാരമായിരിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളുടെ കൂടെ. ശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദൈവൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.